So next നമ്മൾ occupational structure എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. What is mean the occupational structure? Occupational structure means the distribution of workers among different sectors. The occupational structure in India during the British period more or less remained the same. Vast majority of the worker force were depend on agriculture. The share of manufacturing and the service was very low. We can divide the occupational structure in three. The first one, primary agricultural sector, secondary the industrial sector, and the third on service. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലിയെടുക്കുന്നവരുടെ എണ്ണത്തെ തൊഴിൽ ഘടന എന്ന് പറയുന്നു. തൊഴിൽ മേഖലകളെ പൊതുവായി മൂന്നായി തരംതിരിക്കാം. പ്രാഥമികം അഥവാ കാർഷികം, ദ്വിതീയം അഥവാ വ്യാവസായികം, തൃതീയം അഥവാ സേവനം. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക തൊഴിൽ മേഖലയിൽ ഉൾപ്പെടുന്നു. ചെറുതും വലുതുമായ നിർമ്മാണ വ്യവസായങ്ങൾ ദ്വിതീയ മേഖലയിലും, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിംഗ്, ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയവ സേവന മേഖലകളിലും ഉൾപ്പെടുകയാണ് തൊഴിൽ ഘടനയെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ തൊഴിൽ ഘടന ഏറെക്കുറെ മാറ്റമില്ലാതെ തുടർന്നു പോകുന്നു. ഭൂരിഭാഗം ആൾക്കാരും കാർഷിക മേഖലയിലായിരുന്നു തൊഴിൽ ചെയ്തിരുന്നത്. നിർമ്മാണ വ്യവസായ മേഖലകളിലെയും സേവന മേഖലകളിലെയും തൊഴിൽ ചെയ്തിരുന്നവർ തീരെ കുറവായിരുന്നു. അതിൻ്റെ ഒരു പെർസെൻറ്റേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ 70 to 70%, മാനുഫാക്ചറിങ് സെക്ടറിൽ 10%, സർവീസ് പെർസെൻറ്റേജിൽ in between 50 and 20% മാത്രമാണ് ഉണ്ടായിരുന്നത്. Even though the occupational structure at the national level remained largely unchanged, it began to change in a certain regions. In those regions where industrialization proceeded fast, the dependence on agriculture declined. In West Bengal, Maharashtra, and certain regions of Madras Presidency, industrialization increased industrial and service jobs and reduced the dependence of agriculture. However, in predominantly agrarian states like Orissa, Rajasthan, and Punjab depends on agriculture increased. പ്രാദേശിക തലത്തിൽ തൊഴിൽ ഘടനയിൽ വ്യതിയാനങ്ങളുണ്ടായി. മദ്രാസ് പ്രസിഡൻസി, ബോംബെ, ബംഗാൾ എന്നിവിടങ്ങളിൽ വ്യവസായവൽക്കരണം ശക്തിയാർജിച്ചതിനാൽ വ്യവസായ സേവന മേഖലകളിൽ തൊഴിൽ വർദ്ധിക്കുകയും കാർഷിക മേഖലയിലുള്ള ആശ്രയത്വം കുറയുകയും ചെയ്തിരുന്നു. നേരെ മറിച്ച് ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ മേഖലകൾ കൃഷിയിലുള്ള ആശ്രയത്വം കൂടുകയാണ് ഉണ്ടായിരുന്നത്. അടുത്തത് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ എല്ലാ സ്ഥിര സംവിധാനങ്ങളെയും ചേർത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എ ക്രൂഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ്. The British had their own selfish motives in developing the infrastructure, but it has to be appreciated that the development of infrastructure such as railways, ports, post and telegraph, water transport, etc. അടിസ്ഥാന മുതലിറക്കുകളായ റെയിൽവേ, റോഡുകൾ, അണക്കെട്ടുകൾ, കനാലുകൾ, പവർ സ്റ്റേഷനുകൾ, പൈപ്പ് ലൈനുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ഇത്തരം അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നു. തങ്ങളുടേതായ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൂടിയായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ വികസിപ്പിച്ചെടുത്ത അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, തപാൽ, ജലഗതാഗതം തുടങ്ങിയവ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം ആക്കം കൂട്ടുകയും അതൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വികസനമായിരുന്നില്ല. അവർ റോഡുകൾ പണിതത് ഇന്ത്യയിൽ അവരുടെ യാത്ര സുഗമമാക്കുവാനും ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത സാധനങ്ങൾ കയറ്റുമതിക്കായി റെയിൽവേ സ്റ്റേഷനുകളിലോ തുറമുഖങ്ങളോ എത്തിക്കുന്നതിനോ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിന് പുറകിലും അവർക്കൊരു സ്വാർത്ഥ താല്പര്യമുണ്ടായിരുന്നു. 1850 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ സ്ഥാപിക്കുന്നത്. 1853 ഏപ്രിൽ 6 ബോംബെയിൽ നിന്നും 22 മൈൽ ദൂരെ അകലെയുള്ള ധാന വരെയായിരുന്നു ആദ്യമായി ട്രെയിൻ ഓടിയത്. റെയിൽവേയുടെ
സ്ഥാപനം പിൽക്കാലത്ത് ഇന്ത്യയിൽ ഒരു മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് ചില തിരിച്ചടികൾക്ക് കാരണമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, കാരണമായി തീർന്നിരുന്നു. റെയിൽവേ ഗതാഗതം നടപ്പിലാക്കിയതിൻ്റെ പ്രധാന അനന്തരഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ഇത് ജനങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാൻ സാധിച്ചു. ഇത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവുമായ പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്തു. It enabled people to go for long distance travel. This broke geographical and cultural barriers. അടുത്തത് കൃഷിയുടെയും വാണിജ്യവൽക്കരണത്തെയും അത് ശക്തിപ്പെടുത്തി. ഇത് ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയെ പ്രതികൂലമായി ബാധിച്ചു. They connected the production centers with markets, thereby leading to growth of trade. ഉൽപാദന കേന്ദ്രങ്ങളെ വിപണികളുമായി ബന്ധിച്ചതും വ്യാപാര അഭിവൃദ്ധിക്ക് കാരണമായി. അടുത്തത് ഇന്ത്യയുടെ കയറ്റുമതിയിൽ വർധനവുണ്ടായി. എന്നാൽ അതിൻ്റെ ഫലം ഏറിയ പങ്കും ആരാണ് കൈക്കലാക്കിയിരുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരായിരുന്നു. കൂടാതെ ബ്രിട്ടീഷുകാർ റെയിൽവേ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരുടെ പട്ടാളക്കാരെ യഥാസമയം എത്തിച്ചു ആ സ്ഥലങ്ങളിലെ കലാപങ്ങളെ നിയന്ത്രിച്ച് അവിടെ ആധിപത്യം സ്ഥാപിക്കുവാനാണ് റെയിൽവേയും റോഡും മറ്റ് ഗതാഗത മാർഗങ്ങളും അവർ ഏറ്റവും കൂടുതലായി വിനിയോഗിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇതുതന്നെയാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ അടിമത്തത്തിലേക്ക് നയിക്കുകയും പെട്ടെന്ന് ഇന്ത്യക്കാരെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞത്. ഇത് ചരിത്രമാണ്, നമുക്ക് ചരിത്ര ക്ലാസ്സുകളിലെല്ലാം പഠിക്കാൻ കഴിയുന്നതാണ്. The British had their own selfish political and economic interest in the development of India's infrastructures. Why? The railways were developed primarily to increase India's trade, which ultimately benefited the British. The development of ports also had the same object. The roads were developed mainly with the intention of mobilizing the army with India. Therefore, it is clear that the development of infrastructures served colonial interest more. ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള വികസനങ്ങൾ മുഖ്യമായും കൊളോണിയൽ താല്പര്യങ്ങളെ മുൻനിർത്തിയായിരുന്നു. എന്നാൽ അവയിൽ മിക്കതും ഇന്ത്യയിലെ പിൽക്കാലത്ത് സഹായകമായി തീർന്നു. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റി നമുക്ക് വിശദമായിട്ട് അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പഠിക്കാൻ വരുന്നതാണ്. അതുപോലെ തന്നെ ജലഗതാഗതത്തിൻ്റെ മേഖലയിൽ ഇക്കാലത്ത് വലിയ വികസനം ഉണ്ടായില്ലെങ്കിൽ ഒരു ചെറിയ വികസനം ഉണ്ടായിരുന്നു. എന്നാൽ അത് റെയിൽവേയുമായിട്ട് താരതമ്യം ചെയ്യുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. കമ്പി തപാൽ രംഗത്തും പുരോഗതി പര്യാപ്തമായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ചെറിയ തോതിൽ അവ വളരെയധികം പ്രയോജനപ്പെട്ടിരുന്നു. വളരെ ചെലവേറിയ ഇലക്ട്രിക് ടെലിഗ്രാഫ് സ്ഥാപിച്ചത് ക്രമസമാധാന പാലനം ലക്ഷ്യം വെച്ചായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷ് ആർമിയെ മ്യൂട്ടണി അല്ലെങ്കിൽ കലാപങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുന്നതിന് ഉപകരിച്ചിരുന്നതായിരുന്നു അക്കാലത്തെ ഇലക്ട്രിക് ടെലഗ്രാഫ്. അവർ അതിനു വേണ്ടിയായിരുന്നു സ്ഥാപിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടായി തീരുകയും ചെയ്തിരുന്നു. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയുള്ള നമ്മളുടെ ഇങ്ങനെയൊക്കെയാണ് തകർച്ചകൾ ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് പഠിച്ചു പോയിരുന്നത്. ഐശ്വര്യവും സമ്പത്തും സ്വയം പര്യാപ്തതയും ഏറെക്കുറെ അനുഭവിച്ചിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് കോളനി വാഴ്ചക്കാലം സമ്മാനിച്ചത് പാരതന്ത്ര്യത്തിൻ്റെയും പുറമെ പട്ടിണിയും അരാജകത്വവുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും ഈ ദുരവസ്ഥ കടന്നുപോയിരുന്നു. കരകൗശല ഉൽപ്പാദനം ഏറെക്കുറെ നശിച്ചിരുന്നു. കാർഷിക മേഖലയിലെ തളർച്ച നമ്മൾ കണ്ടിരുന്നു. കാർഷിക മേഖലയിലെ തളർച്ചയും അതുമൂലം ഇന്ത്യയെ പട്ടിണിയിൽ എത്തിച്ചത് നമ്മൾ കണ്ടിരുന്നു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇന്ത്യയുടെ മുഖമുദ്രയായി മാറിയിരുന്നു. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി അവർ വികസിപ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങളും പരോക്ഷമായാണെങ്കിൽ പോലും ഇന്ത്യയുടെ വളർച്ചയെ വളരെ വലിയ തോതിൽ സഹായിച്ചിട്ടുള്ളതുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത് മാത്രമാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതും ഇന്ത്യയിൽ വന്ന് അവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രീതികളിലൂടെ തകർത്തുപോയി. നമ്മളുടെ അഗ്രികൾച്ചർ മേഖല, ഇൻഡസ്ട്രിയൽ മേഖല, നമ്മളുടെ വിദേശ വ്യാപാരം അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് തുടങ്ങിയ മേഖലകളിലൂടെ അവരെങ്ങനെ നമ്മൾ നശിപ്പിച്ചു എന്നും അവരെങ്ങനെ നമ്മൾ കൊള്ളയടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് എക്കണോമിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ചരിത്രം എന്ന് പറയുന്ന ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ +1 ആദ്യത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോയത്. എടുത്തു പറയാൻ പറ്റുന്ന അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പിൽക്കാലത്ത് അതിലും ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന റെയിൽവേയും കമ്പിത്തപാലും പോലെ തന്നെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ദാറ്റ്സ് ഓൾ.
So the conclusion part by saying the only plus point of the British rule in India is the system of education and the infrastructure they introduced for their own interest, which turned out to be of a great value to the people of India. That is all.